الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل الله لا يحب الفساد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ നാഥനെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചും സാധിക്കുന്ന അത്ര തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് വിശ്വാസികളെ ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിനെയും മരണാനന്തര ജീവിതത്തെയും പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിക്ക് പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. അഥവാ ആ ഖുർആനിൽ കൽപ്പിച്ച കാര്യങ്ങൾ ഒരു ഉപേക്ഷയും കൂടാതെ അദ്ദേഹം ജീവിതത്തിൽ പാലിക്കും. ആ ഖുർആനിൽ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അക്ഷരം പ്രതി അതിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ ഒരു ജീവിക്കുന്ന പതിപ്പായി മാതൃകാപരമായ സ്വഭാവവും മര്യാദകളെയും സമൂഹത്തെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഖുദ്വത്ത്, മാതൃക നമുക്ക് പ്രവാചകനിലാണ്. അതുകൊണ്ട് ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് വിശുദ്ധ ഖുർആനും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയും നമുക്ക് പകർന്നു നൽകുന്നുണ്ട്.
ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമയും സമൂഹത്തിൽ അവൻ്റെ നിലപാടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ചില ആളുകളെക്കുറിച്ച് അവരൊരു അദബുള്ള മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്, നല്ലതേ പറയൂ, നല്ലതേ ആളുകൾക്ക് ചെയ്യൂ എന്ന് നമ്മൾ അവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയും. ചിലരെക്കുറിച്ച് നമ്മൾ പറയും അയാളോട് പെരുമാറുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. എന്താണ് വിളിച്ചു പറയുക എന്ന് യാതൊരുവിധ പ്രതീക്ഷയും വെക്കണ്ട, എന്തൊക്കെയോ വിളിച്ചു പറയും. അതുകൊണ്ട് സൂക്ഷിക്കണം, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇടപാട് നടത്തുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെ ചിലരെക്കുറിച്ച് ആളുകൾ നല്ലത് പറയും, ചിലരെക്കുറിച്ച് ആളുകൾ മോശമാക്കി പറയും. വിശുദ്ധ ഖുർആനിൽ ഒരാളെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ ബഖറയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വമിനൻ നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം വഇദാ തവല്ലാ സആ ഫിൽ അർളി യുഫ്സിദു ഫീഹാ വയുഹ്ലികുൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ജനങ്ങളുടെ കൂട്ടത്തിൽ സംസാരം കേട്ടാൽ നീ ആശ്ചര്യപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. വലിയ വർത്തമാനമായിരിക്കും, വളരെ നല്ല നിലക്ക് അവൻ ആളുകളെ സംസാരിച്ച് മയക്കും. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, മാത്രമല്ല അവൻ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പടച്ചവനെ വിളിച്ച് സത്യം ചെയ്യും. വഹുവ അലദ്ദുൽ ഖിസാം, അവൻ കുതർക്കിയാണ്. തൻ്റെ കാര്യം നേടാൻ വേണ്ടി ഏത് തർക്കത്തിനും തയ്യാറാകുന്ന, ഏത് വിധത്തിലും വാശി പിടിക്കുന്ന ഒരാളാണ് അദ്ദേഹം. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറാവുകയില്ല. വൈദാ തവല്ല, നിന്റെ അടുക്കൽ നിന്ന് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ രംഗം വിട്ടാൽ, അവൻ പിന്തിരിഞ്ഞു പോയാൽ, സആഫിൽ അർളിൽ യുഫ്സദു ബിഹാ, പിന്നെ അവൻ്റെ പണി സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കലാണ്, ആളുകളെ തമ്മിൽ തെറ്റിക്കുക, ഒരാളെക്കുറിച്ച് വേറൊരാളോട് മോശപ്പെട്ട വർത്തമാനം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യലാണ് അയാൾ പണി. വൈദാ തവല്ലാ സആ ഫിൽ അർള് ലിയുഫ്സിദ ഫീഹാ, ഭൂമിയിൽ അവൻ പിന്നെ പ്രവർത്തിക്കുന്നത് ഫസാദ് ഉണ്ടാക്കാൻ. വയുഹ്ലികുൽ ഹർസ വന്നസ്ല, മാത്രമല്ല ഇതിൻ്റെയൊക്കെ അനന്തരഫലമായി സംഭവിക്കാൻ പോകുന്നത് ജനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ ആ കൃഷിയും വന്നസ്ല, അവരുടെ സന്താന കാര്യങ്ങളും മനുഷ്യവർഗത്തെയും നശിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുക. അല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസാദിനെ, കുഴപ്പത്തെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മളൊരു മര്യാദയോടുകൂടി കാര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മാന്യമായി ജീവിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ടൊരാൾക്കും ഒരു ഫസാദും ഉണ്ടാവുകയില്ല, ഒരു ഷർറും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ഹുസ്നു ഇസ്ലാമിൽ മർഇ, ഒരാൾ നല്ല മുസ്ലിമാണെന്നതിനുള്ള ഒരു അടയാളം തെർക്കുഹു മാലാ യഅ്നീഹി, വേണ്ടാത്തത് ഒഴിവാക്കുന്ന ആളാണ്. തന്നെ ഒരു വിധത്തിലും ബാധിക്കാത്ത, തനിക്കൊരു ഗുണം ചെയ്യാത്ത കാര്യങ്ങളിൽ വെറുതെ ഇടപെട്ട് അതിനൊക്കെ കുളമാക്കി അതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു മാന്യമായി അവൻ നടക്കുന്നവരാണ്. തെർക്കുഹു മാലാ യഅ്നീഹി. വേറൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ സ്വഭാവം? ലാ ലററ വലാ ളിറാറ, അവൻ അവനെ തന്നെ ഉപദ്രവിക്കുകയില്ല, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയുമില്ല. അതാണ് ഒരു മുസ്ലിമിൻ്റെ നിർവചനമായിട്ട് പറഞ്ഞത്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അയൽവാസിക്കും, നമ്മുടെ കുടുംബക്കാർക്കും, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും, കൂടെ ജോലി ചെയ്യുന്നവർക്കും, കൂടെ യാത്ര ചെയ്യുന്നവർക്കും എല്ലാം നമ്മളെ കൊണ്ട് ഗുണമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് പൊതുസമൂഹത്തിന് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട സേവനമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇബാദുല്ലാഹി വഇബാദുർ റഹ്മാൻ വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ ഫഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. വഇബാദുർ റഹ്മാൻ, അള്ളാൻ്റെ അടിമകൾ, അഥവാ ശരിയായ വിശ്വാസമുള്ള ആളുകൾക്കാണല്ലോ അങ്ങനെ പറയാം, അള്ളാൻ്റെ അടിമകൾ എന്ന് അള്ളാഹ് തന്നെ പേരിട്ട് വിളിക്കുന്നു. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ വളരെ മാന്യമായിട്ടാണ് അവർ സഞ്ചരിക്കുക, വളരെ അച്ചടക്കത്തോടു കൂടിയാണ് അവരുടെ സഞ്ചാരം.
അതാണ് അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വളരെ ഭവ്യതയോടുകൂടി നടക്കും. മാത്രമല്ല വൈദാ ഖാതബുഹുൽ ജാഹിലൂന ഖാലു സലാമ, വേണ്ടാത്ത വർത്തമാനത്തിനൊന്നും ആരോടും അവർ പോവുകയില്ല. ആരെങ്കിലും അവരോട് വേണ്ടാത്ത വർത്തമാനം പറയാൻ വന്നാൽ പ്ലീസ് ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണ്, നിങ്ങൾ എന്നെ വെറുതെ വിട്ടേക്കണം എന്ന് പറഞ്ഞ് ഖാലു സലാമ, അവർ സലാം പറഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെയും കുറേ നല്ല സ്വഭാവങ്ങൾ അയാളെക്കുറിച്ച് പറയുന്നുണ്ട്. വല്ലദിന യബീതുന റബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചും നമസ്കരിച്ചും കഴിഞ്ഞുകൂടുന്നവരാണ്. പിന്നെ അവർ പ്രാർത്ഥിക്കും റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനോട് അവർ തേടും ജഹന്നമിൻ്റെ ശിക്ഷ, അതിൽ നിന്ന് എന്നെ തിരിച്ചുവിടണമേ, എന്നെ രക്ഷപ്പെടുത്തണമേ. ഇന്ന അദാബഹ കാന വറാമ, ആ ശിക്ഷ വളരെ കഠോരമാണ്, അസഹനീയമാണ്, വളരെ ദുസ്സഹമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. പിന്നെയും അവരുടെ മാന്യത ഖുർആൻ പറയുന്നത് വല്ലദിന ഇദാ അൻഫഖു, അവർ പണം ചെലവാക്കുകയാണെങ്കിൽ ലം യുസ്രിഫു, അവർ ദൂർത്ത് കാണിക്കുകയില്ല, വലം യഖ്തുറു, പിശുക്കും കാണിക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, ഈ പിശുക്കിൻ്റെയും ദൂർത്തിൻ്റെയും അമിതവ്യയത്തിൻ്റെയും അതുപോലെ തന്നെ ബുഖലിൻ്റെയും ഇടക്കുള്ള ഒരു മിത സ്വഭാവമാണ് അവർ പാലിക്കുക. ഇങ്ങനെയുള്ള കുറേ മാന്യമായ സ്വഭാവങ്ങളാണ് ഇബാദുർ റഹ്മാൻ, ഭൂമിയിൽ നടക്കുന്ന പടച്ചവൻ്റെ യഥാർത്ഥ അടിമകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി പറയുന്നത്. ആരോടൊക്കെയാണ് നമ്മുടെ നന്മ കാണിക്കേണ്ടത്? ഖുർആൻ അതെടുത്തു എണ്ണി എണ്ണി പറയുന്നുണ്ട്. സൂറത്ത് നിസാ അതിൻ്റെ 36-ാമത്തെ ആയത്തിൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഉമ്മക്കും വാപ്പക്കും തനിക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തൻ്റെ ജീവിതത്തിന് വേണ്ടി വളരെയധികം വിഷമം അനുഭവിച്ച തൻ്റെ മാതാവിനും പിതാവിനും നന്മ ചെയ്തു കൊടുക്കണം. പോരാ ഒബിദിൽ ഖുർബ, തൻ്റെ കുടുംബക്കാരായ ആളുകൾക്ക്, രക്തബന്ധമുള്ളവർ വിവാഹബന്ധമുള്ളവർ, ഇവരാണ് കുടുംബക്കാരെന്ന് പറയുന്നത്. ഒന്നുകിൽ രക്തബന്ധമുള്ള തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ നാം വിവാഹം കഴിച്ച കുടുംബത്തിലെ ആളുകളായിരിക്കും. ആ കുടുംബക്കാർക്ക് വൽ യതാമ, പിതാവ് നഷ്ടപ്പെട്ട, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെട്ട, ഇതിനാണല്ലോ യതീം എന്ന് പറയുന്നത്. ആ യതീമിനോട് അവർ വളരെ മര്യാദയായി പെരുമാറും. വൽ മസാക്കീൻ, ജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട വളരെ വിഷമകരമായി ജീവിക്കുന്ന മിസ്കീന്മാരായ ആളുകളോട്. വൽ ജാരി ദിൽ ഖുർബ, തൻ്റെ അടുത്ത് താമസിക്കുന്ന ബന്ധുവായ കുടുംബക്കാരനായ അയൽവാസി, അതിനുണ്ടാവും. അയൽപ്പക്കത്ത് താമസിക്കുന്ന നമ്മുടെ ബന്ധത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. അവനോടും ഇവൻ നല്ല മര്യാദയോടുകൂടിയാണ് പെരുമാറുക. അവനെ സഹായിച്ചുകൊണ്ടിരിക്കും, അവൻ ഇവനെ കൊണ്ട് ഗുണമേ കിട്ടൂ. ഓ ജാരിൽ ജുനുബി, എൻ്റെ അയൽവാസിയാണ് പക്ഷേ കുടുംബ ബന്ധമില്ല, അങ്ങനെയുള്ള അയൽപക്കക്കാരനോടും അവൻ മര്യാദയായി പെരുമാറും. ഓ സാഹിബി ബിൽ ജംബി, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരോട്. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് കൺവെയൻസ്, നമ്മളതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ യാത്ര വരുമ്പോൾ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ ആ ബസ്സിൽ കയറിയാൽ മര്യാദ അനുസരിച്ച് അയാൾ വളരെയധികം അവിടെ പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസപ്പെടുന്നവനാണെങ്കിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് സീറ്റ് കൊടുക്കും, നമ്മൾ മര്യാദയിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു, അയാളൊരു വഴി ചോദിച്ചു, അല്ലെങ്കിൽ ബസ് നിർത്തിയ സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചു, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും. അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ അത് ചോദിച്ച് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ സഹയാത്രികനോട്, സാഹിബ് ബിൽ ജംബി, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവനോട്, ഒബിന് സെബീലി, അതുപോലെ ഏതെല്ലാം നാട്ടിൽ നിന്ന് വന്ന് വേറെ ഏതോ നാട്ടിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, അയാൾ നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടു, അയാൾക്ക് വളരെ അത്യാവശ്യമുണ്ട്, ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ രാത്രി ഒന്ന് ഉറങ്ങാനൊരു സ്ഥലം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്രമിക്കാനൊരു സ്ഥലം ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ അയാൾ പോവും. ഏതാനും മണിക്കൂറുകളുടെ ഒരു സഹായമേ അയാൾക്ക് ആവശ്യമുള്ളൂ. ഇവിടേക്ക് കയറാൻ പാടില്ല, ഇവിടേക്ക് അനങ്ങാൻ പാടില്ല, ഈ വളപ്പിലേക്ക് ചവിട്ടാൻ പാടില്ല എന്നൊന്നും മര്യാദയുള്ളവനാണെങ്കിൽ എല്ലാവരെയും നമ്മളങ്ങനെ സ്വീകരിച്ചിരുത്താൻ പറ്റുന്ന കാലമല്ല ഇപ്പോൾ. എന്നാലും നമുക്ക് മനസ്സിലാകും, നേരെക്കുറെ മാന്യനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും, ചിലപ്പോൾ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല, അവർ പ്രത്യേക സ്ഥലത്തെത്തിയാൽ അയാൾക്ക് സഹായിക്കാൻ എല്ലാ ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ എത്തിയാൽ അയാളുടെ കയ്യിൽ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അയാളെ സഹായിക്കും. ഒമാ മലക്കത്ത് അയ്മാനുക്കും, അതേ പ്രകാരം തന്നെ നിങ്ങളുടെ വലം കൈ ഉടമ്പടുത്തിയ അഥവാ നിങ്ങളുടെ കീഴിൽ അടിമകളായി ജീവിക്കുന്ന ആളുകൾക്ക് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരം നടിക്കുന്നവനെ, പെരുമ നടിക്കുന്നവനെ, ഞാൻ എല്ലാവരേക്കാളും വലിയ ആളാണ്, അതുകൊണ്ട്
ഞാൻ അവനെ ബഹുമാനിക്കേണ്ടതില്ല, ഞാൻ അവനോട് സംസാരിക്കേണ്ടതില്ല, ഞാൻ അവനെ സന്ദർശിക്കേണ്ടതില്ല, ഞാൻ അവനോട് മിണ്ടേണ്ടതില്ല, ഞാൻ അവനേക്കാളൊക്കെ നിലവാരം കൂടിയവനാണ് എന്ന് വിചാരിക്കുന്നവനെ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവനെ സ്നേഹിക്കുകയില്ല, അവനെ ഇഷ്ടപ്പെടുകയില്ല. സഹോദരന്മാരെ, വളരെ കൃത്യമാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ. പിന്നെ സംസാരം, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശയവിനിമയം നടത്തുന്നവരാണ്. പക്ഷേ സംസാരത്തിൽ വളരെയധികം പക്വതയും പാകതയും കാണിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹുജറാത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഉറൂൻ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഗുരുനാഥന്മാരുണ്ടാകുമ്പോൾ, നമ്മുടെ നാട്ടിലെ കാരണവന്മാരുണ്ടാകുമ്പോൾ, മാന്യമായി നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ബഹളം വെക്കുകയും വളരെ ഒച്ചത്തിൽ സംസാരിക്കുകയും മര്യാദയോടുകൂടി പെരുമാറുകയും ചെയ്യാൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. പ്രവാചകൻ നിങ്ങളുടെ സന്നിധിയിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ മാനിക്കണം. അദ്ദേഹത്തെക്കാൾ വലിയ ശബ്ദം ഉയർത്തി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ചില സഹാബാക്കൾ പള്ളിയിൽ തന്നെ വരാതായി എന്നാണ് ഹദീസിൽ പറയുന്നത്. അഹ്നഫ് ഇബ്നു ഖൈസിൻ്റെ സംഭവം പോലെ അദ്ദേഹത്തെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എവിടെയാണ് അഹ്നഫ്? അപ്പോൾ ആളുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അദ്ദേഹത്തിന് വരണമെന്നുണ്ട്, പക്ഷേ അദ്ദേഹം ജഹ്വരിയു സൗത്താണ്. വർത്തമാനം പറഞ്ഞാൽ സ്വാഭാവികമായും ഒന്ന് ശബ്ദം കൂടിപ്പോകും. അത് അയാളുടെ പ്രകൃതത്തിലുള്ളതാണ്. ചില ആൾക്കാരങ്ങനെ ഉണ്ടാവും, വലിയ വർത്തമാനം ശബ്ദത്തിൽ സംസാരിച്ചു പോകുന്ന ആളുകൾ. അപ്പോൾ ഈ ആയത്തിറങ്ങിയതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹം വല്ലതും പറയുമ്പോൾ ഈ അപമര്യാദയായി ഖുർആൻ പരിചയപ്പെടുത്തിയ സംസാരം വന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അയാൾ വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പറഞ്ഞു, വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നീ അതിൽപ്പെട്ടവനല്ല, നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല, ജമാഅത്ത് വരണം, നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് ചെയ്തത്. സഹോദരന്മാരെ, ഇതാണ് ഒരു ഖുർആൻ ഇറങ്ങിയാൽ അത് തൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കണം എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സഹാബികളൊക്കെ ഈ രൂപത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും ആളുകൾ ചിലപ്പോൾ 100 ആളുകളുണ്ടാവും, ചിലപ്പോൾ 10, 70, 80 ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഒരു മുസല്ല, പെരുന്നാൾ നമസ്കാരത്തിനൊക്കെയുള്ള മുസല്ലകൾ ഉണ്ടാവില്ലേ, ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷേ സ്ഥലം വളരെ ലീക്കാണ്, വളരെ കുടിസാണ്. അപ്പോൾ വളരെ അനിവാര്യമായും ഒന്ന് നീങ്ങിയിരിക്കുമോ, ഒന്ന് അടുത്തിരിക്കുമോ, ഒന്ന് കുറച്ച് സ്ഥലം തരുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന മര്യാദയാണ്. ആ സന്ദർഭത്തിൽ ഇല്ലല്ല, അത് ഞാൻ നേരത്തെ ഈ വരണം, ഞാൻ ഇവിടെ നേരത്തെ വന്നിവിടെ സ്ഥലം പിടിച്ച ആളാണ്, അതുകൊണ്ട് 1 ഇഞ്ച് സ്ഥലം ഞാൻ വിട്ടു തരില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഒന്ന് മര്യാദയായി ഒന്ന് ഒതുങ്ങി കൊടുക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദല അതിന് 11-ാമത്തെ വചനത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ്. വിശ്വാസികളായ ആളുകളെ, ഇരിപ്പിടത്തിൽ അല്പം വിശാലത തരണമെന്ന് നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഫഫ്സഹു, നിങ്ങളൊന്ന് എളുപ്പമാക്കി കൊടുക്കണം, ഒന്ന് വിശാലത കൊടുക്കണം. യഫ്സഹില്ലാഹുക്കും, എന്നാൽ അള്ളാഹു നിങ്ങളോട് വിശാലത കാണിക്കും. അല്പമൊന്ന് നീങ്ങിയിരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് നീങ്ങിയിരുന്ന് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സാവകാശം ഉണ്ടാക്കേണ്ട സന്ദർഭങ്ങളിൽ അതുണ്ടാക്കും. വൈദാ ഖീല ലക്കും ഉൻശുസു, ഇനി അവിടെ ഇങ്ങനെ ഇരുന്നാൽ ഇനി ഞാൻ എന്നെ അനക്കാൻ ആർക്കും പറ്റില്ല. ചിലപ്പോൾ ഒന്ന് മുന്നോട്ടിരിക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റൊന്ന് പിറകോട്ടിരിക്കേണ്ടി വരും. ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ ഫൈദാ ഖീല ലക്കും ഉൻശുസു, ഒന്ന് എഴുന്നേറ്റിരിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ഥലം മാറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഫൻജുസു, നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കണം, എന്നിട്ട് മാറിയിരുന്നു കൊടുക്കണം. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ വിശ്വാസികളെയും അറിവുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ ഉയർത്തും. അപ്പോൾ ഇതൊക്കെ ഒരു അറിവാണ്, ഇതൊക്കെ സാമാന്യമായ സമൂഹത്തിൻ്റെ മര്യാദകളാണ്. ഇതേ പ്രകാരം തന്നെ നമ്മൾ പല അയൽപക്കങ്ങളിലും പല കുടുംബങ്ങളിലും ഒക്കെ നമുക്ക് പോകേണ്ടി വരും. പക്ഷെ ആ വീടുകളിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. വിശ്വാസികളായ ആളുകളെ, നിങ്ങളുടേതല്ലാത്ത ഒരു വീട്ടിൽ, മറ്റൊരാളുടെ വീട്ടിൽ, അത് ബന്ധുക്കളാവാം, സ്നേഹിതനാവാം, നാട്ടുകാരാവാം, ആരാവാം, ആ വീടുകളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത് ഹത്താ തസ്തഅനിസു, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അവരെ അറിയിച്ചിട്ടല്ലാതെ. അതിനാണ് ഇസ്തീനാസ് എന്ന് പറയാം. വളരെ പെട്ടെന്ന് അവരെ ഞെട്ടിപ്പിക്കരുത്, പേടിപ്പിക്കരുത്.
നേരെ മറിച്ച് ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന സലാം പറയുമ്പോൾ തന്നെ ഒരാൾ പുറത്ത് വന്നിട്ടെന്ന് മനസ്സിലാവും. കോളിംഗ് ബെല്ലുണ്ടെങ്കിൽ ആ കോളിംഗ് ബെല്ല് ഒന്ന് അമർത്തണം, അത് കോളിംഗ് ബെല്ലടിക്കണം. അങ്ങനെ തുസല്ലിമു അലാ അഹ്ലിഹ, ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയണം. ദാലിക്കും ഖൈറുല്ലക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാണ്. അപ്പോൾ ഏതൊരു വീട്ടിൽ ചെല്ലുകയാണെങ്കിലും ആ വീട്ടിൽ ആദ്യമായി നമ്മളവിടെ വന്നിട്ടുണ്ട് എന്ന് വീട്ടുകാരെ മുൻകൂട്ടി അറിയിക്കാതെ വീട്ടിലേക്ക് കയറരുത്. ഉറക്കെ സലാം പറയണം, അവരോട് സലാം പറഞ്ഞിട്ടല്ലാതെ പ്രവേശിക്കരുത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി അതിനുശേഷം പറയുന്നത് അല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തിരക്കിലാണ്, അല്ലെങ്കിൽ വേറെ ചില ചുറ്റുപാടിലാണ്, നിങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോകണം. വൈദാ ഖീലലക്കും ഇർജിഉ ഇർജിഉ ഫർജിഉ, മടങ്ങണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ ഇത്ര മെനക്കെട്ട് ഇവിടെ ബസ്സും കയറി വന്നിട്ട് ഇപ്പം മടങ്ങുക, എന്താ നിങ്ങൾ വിചാരിച്ചതെന്നും പറഞ്ഞാൽ നിൽക്കരുത്. മടങ്ങാൻ പറഞ്ഞാൽ മടങ്ങണം. വൈദാ ഖീലലക്കും ഇർജിഉ ഫർജിഉ ഹുവ അസ്കാ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായത്, പരിശുദ്ധമായത്, മാന്യമായത്. അങ്ങനെ മടങ്ങണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ഇല്ല ഞാൻ കയറിയിരിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും, പുറത്തേക്ക് വന്നാൽ മതി, നമ്മുടെ കാത്തിരുന്നോളാം ഒന്നും പറയാൻ പാടില്ല. മടങ്ങണം എന്ന് പറഞ്ഞാൽ മടങ്ങണം. സഹോദരന്മാരെ, അങ്ങനെ ഒരുപാട് മര്യാദകൾ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ ഒന്നും നിങ്ങൾ നിസ്സാരമായി കരുതരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, നല്ല പ്രസന്നതയുള്ള ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ കൂട്ടുകാരനെ കാണുക, അതുപോലെ നിസ്സാരമാണെന്ന് നീ കരുതരുത്, അത് സദഖയാണ്. അങ്ങനെ പുഞ്ചിരിയോടുകൂടി നീ ഒരു സഹോദരനെ നീ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാർ, ഒരുപാട് മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അടുക്കും ചിട്ടയും മാന്യതയും പുലർത്തുകയാണെങ്കിൽ അതുതന്നെയാണ് ഒരു സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കുവാനുള്ള നമ്മുടെ ഉപകരണങ്ങൾ. അതെല്ലാം സ്വായത്തമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوان أوصيكم ثانيا بتقوى الله. ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. ഖൽദത്ത് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ഹദീസ്, ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖൽതു അലൈഹി, ഞാൻ നബിയെ കാണാൻ ചെന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ വീട്ടിലേക്ക് കടന്നു. ഫലം ഉസല്ലിം, സലാം പോലും പറഞ്ഞില്ല. ചിലപ്പം മറന്നുപോയതായിരിക്കും. എന്തായാലും സലാം പറയാതെ ഞാൻ അകത്ത് കയറി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി, നീ മടങ്ങ്. എന്നിട്ട് ഫഖുൽ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറ. എന്നിട്ട് ചോദിക്ക്, അദ്ഖുലു, ഞാൻ കടക്കട്ടെ, ഞാനൊന്ന് കടന്നോട്ടെ എന്ന് സമ്മതം ചോദിക്കും. അപ്പോൾ ഒരു സഹാബിയാണ്, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് നബിയുടെ വീട്ടിലേക്ക് കയറി. അതിനു മുമ്പ് ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചിട്ടില്ല, സലാം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നീ മടങ്ങുക, സലാം പറയുക, പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുക, കടന്നോളൂ. ഇത് അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ച സഹീഹ് ഹദീസാണ്. വേറൊരു റിവായത്തിൽ അങ്ങനെ അയാൾ കടക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖാദിമിനോട് പറഞ്ഞു, നീ ചെല്ല്, അവനോട് പുറത്ത് പോയി തിരിച്ച് സമ്മതം വാങ്ങി സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ ആവശ്യപ്പെടുക. അപ്രകാരം അദ്ദേഹം ചെയ്തു എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ അല്ലാത്ത മറ്റ് വീടുകളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയേണ്ട ഉത്കണ്ഠ. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവിടെ വല്ല രോഗികളായ ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രോഗം മൂർച്ഛിച്ച് മരണവക്രത്തിൽ കിടക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു അപകടം, ഒരു തീപിടുത്തമോ മറ്റോ അപകടം അവിടെ ഉണ്ടായെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്നാൽ സാധാരണ നിലക്ക് ആ വീട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി എത്തി നോക്കാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്. ഒരു വീട്ടിൻ്റെ ഉള്ളറകളിൽ അടങ്ങുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വളരെ ഒളിക്കണ്ണിട്ട് നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. മനിത്തലഅ ഫീ ബൈതി ഖൗമിൻ, ഏതൊരു മനുഷ്യരുടെയും വീടുകളിൽ ആരെങ്കിലും എത്തി നോക്കിയാൽ ബിഗൈരി ഇദ്നിഹിം, അവരുടെ സമ്മതമില്ലാതെ നോക്കിയാൽ ഫഖദ് ഹല്ലലഹും, ആ വീട്ടുകാർക്ക് ഹലാലാണ്
അൻ യഫ്ക ഐനഹു, അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കൽ. അവർക്ക് ശിക്ഷല്ലേ ഇനി? അത്ര ഗൗരവമുള്ളതാണെന്ന് അർത്ഥം. വേറെ ഒരുത്തൻ്റെ വീട്ടിലേക്ക് ഏന്തിപ്പാളി നോക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. അവിടെ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാല കുന്തു ഗുലാമൻ. എല്ലാറ്റിനും ഓരോ മര്യാദയുണ്ട്. അദ്ദേഹം പറയാണ്, കുന്തു ഗുലാമൻ ഫീ ഹിജ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ പിന്നെ ആ ഉമ്മനെ വിവാഹം കഴിച്ചത്, ഉമ്മു സലമനെ വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ചെറിയ കുട്ടി എന്ന നിലയ്ക്ക് ഈ ഉമറിനെ പോറ്റുന്നത് റസൂലാണ്. കാരണം തൻ്റെ ഭാര്യയ്ക്കുള്ള കുട്ടിയാണല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കൽ നബിയോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ കാലത്ത് യദി തതീഷു ഫി സഹ്ഫ, ഭക്ഷണ പ്ലേറ്റിൽ, ഭക്ഷണത്തളികയിൽ ആഹാരം കൊണ്ടുവച്ച പ്ലേറ്റിൽ എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. ആ ഭാഗത്ത് പോകണു, ഈ ഭാഗത്ത് പോകുന്നു, എനിക്കിഷ്ടമുള്ളതൊക്കെ അവിടുന്ന് വാരിയെടുക്കുന്നു, അവിടുന്ന് വാരി തിന്നുന്നു. അങ്ങനെ ഒരു മര്യാദ അല്ലാതെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഫഖാല അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, കുഞ്ഞേ, എന്താണ്? സെമ്മില്ലാഹ, തിന്നുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറ. ഒക്കുൽ ബി യമീനിക്ക, വലത്തേ കൈ കൊണ്ട് തിന്നുക. ഒക്കുൽ ബിമാ യലീക, നീ ഇരിക്കുന്ന ഭാഗത്തുള്ള ഭക്ഷണം എടുത്ത് തിന്നുക. മറ്റവൻ്റെ അടുത്തേക്ക്, അങ്ങേ ഭാഗത്തേക്ക് കൈ നീട്ടി ഭക്ഷണം എടുക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു ഇവിടെ? ബിസ്മി ചൊല്ലണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഒന്ന്. രണ്ടാമത്തത് വലത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, രണ്ടാമത്തെ മര്യാദ. മൂന്നാമത്തേത്, നമ്മൾ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരു ഭക്ഷണത്തളികയുടെ ചുറ്റും ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആഹാരത്തിൽ നിന്ന് തിന്നണം. അതിൻ്റെ മറ്റേ ഭാഗത്തേക്ക് കൈനീട്ടി അവിടെ ഉള്ളത് എടുത്തു തിന്നൽ മര്യാദയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വേറൊരു മര്യാദ എന്ന് പറഞ്ഞാൽ, പുറത്ത് മനുഷ്യന്മാരുടെ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ഒരു മാന്യമായ ഡ്രസ്സ്, പല ഏതെങ്കിലും ജോലി ചെയ്യുന്ന വിയർപ്പായ വാസനിക്കുന്ന ഡ്രസ്സല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അലാ അഹദിക്കും ഇൻ വുജിദ സഅതൻ അൻ യത്തഖിദ സൗബൈനി ലിയൗമിൽ ജുമുഅ ഗൈറ സൗബൈ മിഹ്നതഹു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, 2 വസ്ത്രം, ഒരു തുണിയും ഒരു കുപ്പായവും, അതല്ലെങ്കിൽ തത്തുല്യമായ 2 ഡ്രസ്സ്, അതാണ് നമ്മൾ ഇടാറുള്ളത്, ഒരു തുണിയും കുപ്പായം. അത് കരുതണം. എന്തിന്? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി. ഗൈറ സൗബൈ മിഹ്നതിക്കും, ഐ ഗൈറ സൗബൈ മിഹ്നതിഹി, അവൻ തൊഴിലെടുക്കുമ്പോൾ, അവൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സുണ്ടല്ലോ, ആ ഡ്രസ്സ് അല്ലാത്ത 2 ഡ്രസ്സ് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി അവൻ കരുതി വെക്കണം. അപ്പോൾ അത് ദുർഗന്ധം വമിക്കാത്ത ഒരു നല്ല വൃത്തിയുള്ള നല്ല ഒരു ഡ്രസ്സ്, അതാണ് കുറേ ആൾക്കൂട്ടത്തിൽ ചെന്നിരിക്കേണ്ട ആളെന്ന നിലക്ക് അയാൾ പോകുമ്പോൾ അയാൾ പാലിക്കേണ്ട മര്യാദ. അതുപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു മര്യാദയാണ്, അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖീമന്ന അഹദുക്കും റജുലൻ മിൻ മജ്ലിസിഹി സുമ്മ യജ്ലിസു ഫീഹി. അതായത് ഏതെങ്കിലും ഒരു മനുഷ്യനെ, അയാൾ ഇരിക്കുകയാണ്, കുറേ ആളുകളോട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പം ചെന്നിട്ട് ഈ അവിടെ നീച്ചാ എന്താ അത്, ഞാനല്ല അവിടെ ഇരിക്കേണ്ടത് എന്ന നിലയ്ക്ക് അവിടെ അങ്ങനെ ചെന്നിട്ട് ഓനെ ബുദ്ധിമുട്ടാക്കുക, അങ്ങനെ ഓൻ ഇടങ്ങേറായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ അവിടെ ഇരിക്കുക. അങ്ങനെ നിങ്ങളിൽ ഒരാളും ഒരുത്തനെ അവൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കരുത്. വലാകിൻ തഫസ്സഹു, ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നു കൊടുത്താൽ, ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരുന്നു കൊടുത്താൽ അയാൾക്ക് കൂടി അവിടെ ഇരിക്കാം, അത് ശ്രദ്ധിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവിടെ നിങ്ങൾ പകരം ഇരിക്കരുത്. വക്കാൻ ഇബ്നു ഉമർ ഇദാ അഖാമ ലഹു റജുലുൻ മിൻ മജ്ലിസ്, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് വേണ്ടി ആരെങ്കിലും ഒരു ആളെ സദസ്സിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ ലം യജ്ലിസ് ഫീഹി, അവിടെ ഇരിക്കൂല. അത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പം ഇബ്നു ഉമർ എന്ന സഹാബിയോടുള്ള ബഹുമാനാർത്ഥം ഇത് കണ്ടില്ലേ, ഇബ്നു ഉമർ വന്ന് നീറ്റാള എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇതാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇബ്നു ഉമറിനെ ക്ഷണിച്ചാൽ ഞാനവിടെ ഇരിക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്തിരിഞ്ഞു പോകുമെന്നാണ്. സഹോദരന്മാരെ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വസ്ത്ര മര്യാദകളും ആഹാര മര്യാദകളും ഉറങ്ങുന്ന മര്യാദകളും മലമൂത്ര വിസർജന സ്ഥലത്ത് പോകുന്നവർ, ഇങ്ങനെ ഒരുപാട് അതബുകൾ. അത് യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതവും ഈ രൂപത്തിൽ മനുഷ്യ സമൂഹത്തിന് അനിവാര്യമായ അതബുകൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അതബുകൾ പാലിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. സർവശക്തരായ തമ്പുരാൻ ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന
യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أدخلنا الجنة يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك